പരമ്പരാഗത കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദ്വിതീയ കൃഷിരീതികൾക്ക് പ്രാധാന്യം നൽകി കർഷകർക്ക് വിപണിയും വരുമാനവും ഉറപ്പാക്കണമെന്ന് മന്ത്രി പി പ്രസാദ്. കൊല്ലം ഉളിയക്കോവിൽ സർവീസ് സഹകരണ ബാങ്കിനനുവദിച്ച കേരള ഗ്രോ ബ്രാൻഡഡ് ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുക അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വിവിധ കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുപരി അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുക അനിവാര്യമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും ഉണ്ടായിരുന്നു. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയും. അതെന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ കർഷകന്റെ വരുമാനത്തിന്റെ വർധനമാണ്. കർഷകന്റെ വരുമാനം വർദ്ധിക്കാൻ ഉൽപ്പന്നം കൃഷി ചെയ്തെടുത്തിട്ട് ആ ഉൽപ്പന്നം അങ്ങോട്ട് കൊണ്ടുവന്ന് വിറ്റാൽ ഉടനെ വലിയ പൈസ കിട്ടുമൊന്നുമില്ല. ഒരു വാഴക്കൊടിക്ക് കിട്ടാൻ പറ്റാവുന്ന പരമാവധി പൈസയൊക്കെ ഉണ്ടാവും. ചില അവസരത്തിൽ വലിയ വില കിട്ടുന്നെങ്കിൽ എങ്കിലും ഒരു മിനിമം വിലയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് പോവില്ല. അതേപോലെയാണ് ഓരോ ഉൽപ്പന്നത്തിന്റെയും കാര്യത്തിൽ. ആ മിനിമം വിലയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഇച്ചിരി വലിയ വിലയോ കിട്ടിയത് കൊണ്ടൊന്നും ചിലപ്പോൾ ഒരു കർഷകൻ അത് മുമ്പോട്ട് കൊണ്ടുപോകാനും പ്രയാസമാണ്. അപ്പൊ കൃഷിക്കാരന്റെ വരുമാനത്തിൽ വർധനവ് കൂടണമെങ്കിൽ സെക്കൻഡറി അഗ്രികൾച്ചറിന് പ്രാധാന്യം കൊടുക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത് പ്രൈമറി അഗ്രികൾച്ചറിനാണ്. പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു, കാർഷികോൽപ്പന്നത്തിന്റെ വിളവെടുക്കുന്നു, അത് വിൽക്കുന്നു, ആ കിട്ടുന്ന പൈസ, അത് മാത്രമാണ് കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി. അതാണ് പ്രൈമറി അഗ്രികൾച്ചർ. ഇതിനായാണ് കേരള ഗ്രോ എന്ന പേരിൽ ബ്രാൻഡിംഗ് സംവിധാനം നടപ്പാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. മികച്ച ഗുണമേന്മയും യാതൊരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ സാധനങ്ങൾ മിതമായ വിലയിലാണ് കേരള ഗ്രോ ഉൽപ്പന്നങ്ങളായി എത്തുക. കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഷോറൂമാണ് ഉളിയക്കോവിൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്നത്. FSSAI സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയാണ് തനത് കാർഷിക ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ സ്റ്റോറിലെത്തുന്നത്. നിലവിൽ കേരളത്തിലെ 1076 കൃഷിഭവനുകളിലൂടെ 3000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ 800-ലധികം ഉൽപ്പന്നങ്ങൾ കേരള ഗ്രോ ബ്രാൻഡിലേക്ക് മാറിയിട്ടുണ്ട്. 100-ലധികം ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണന സൈറ്റുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ വിപണി ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുക, അതിന്റെ വിപണനം നടത്തുക, ഇതെല്ലാം ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനകത്ത് വരുന്നതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ ഈ പ്രൈമറിയിൽ നിൽക്കുകയാണ്. സെക്കൻഡറിയിലോട്ട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നൊരു മേഖല ഈ സെക്കൻഡറി ആണ്, സെക്കൻഡറി അഗ്രികൾച്ചറാണ്. അപ്പോൾ നമ്മളൊരു ഏത്തക്കൊല വിൽക്കാൻ തീരുമാനിച്ചാൽ ആ ഏത്തക്കൊലയ്ക്ക് കിട്ടാവുന്നൊരു ചെറിയ പൈസയ്ക്ക് ഉണ്ട്, അതിന് അപ്പുറത്തേക്കൊന്നും പോവില്ല. ഈ ഉൽപ്പന്നം മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കിയവരാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ സെക്കൻഡറി അഗ്രികൾച്ചർ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകന്റെ കയ്യിലല്ല. സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് നിൽക്കുന്നത് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അടക്കമുള്ളവർ ഈ രംഗത്തേക്ക് നിൽക്കുകയും കർഷകന് അതിനകത്ത് വലിയൊരു ഇടപെടലില്ലാതെ നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വരുമാനം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഈ സെക്കൻഡറി അഗ്രികൾച്ചർ കൃഷിക്കാരന്റെ മുൻകൈയിൽ നടക്കുക എന്നുള്ള. ശീതീകരിച്ച ഷോറൂമുകൾ 10 ലക്ഷം രൂപ വീതം ചെലവിലാണ് നിർമ്മിക്കുന്നത്. എം മുകേഷ് MLA അധ്യക്ഷനായിരുന്നു. മേയർ പ്രസന്ന ഏണസ്റ്റ് ആദ്യ വിൽപ്പന നടത്തി. ഉളിയക്കോവിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു, കൃഷിവകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള, ജില്ലാ കളക്ടർ N ദേവിദാസ്, കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് G ലാലു, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ S രാജേഷ് കുമാർ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M അബ്ദുൽ ഹലീം, ആത്മ പ്രോജക്ട് ഡയറക്ടർ S ഗീത, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ AK ഹഫീസ്, H ബേസിൽലാൽ, അഡ്വക്കേറ്റ് A രാജീവ്, ബോർഡ് അംഗങ്ങൾ, ഉളിയക്കോവിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി KK ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.